സെക്രട്ടേറിയറ്റിലെ CPM സംഘടനാ നേതാവിനെതിരെ വിജിലൻസ് കോടതിയിൽ പരാതി. എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ഹണിക്കെതിരെയാണ് ഹർജി. സെക്രട്ടേറിയറ്റിലെ ആക്രി വസ്തുക്കൾ കടത്തി 25 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന വാർത്ത പുറത്തുവിട്ടത് ജനം ടിവിയാണ്. ജനം ബ്രേക്കിംഗ്. CPM നിയന്ത്രണത്തിലുള്ള കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റും പൊതുഭരണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുമായ പി ഹണിക്കെതിരെ BJP നേതാവായ അഡ്വക്കേറ്റ് RS രാജീവാണ് വിജിലൻസ് കോടതിയിൽ പരാതി നൽകിയത്. സെക്രട്ടേറിയറ്റിലെ ആക്രി വസ്തുക്കൾ അനധികൃതമായി കടത്തി 25 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവം ജനം TV വാർത്തയാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കോടതിയിൽ പരാതി എത്തുന്നത്. ബിനു എന്ന ദിവസവേതനക്കാരനെ അനധികൃതമായി നിയമിച്ചായിരുന്നു തട്ടിപ്പിന്റെ തുടക്കം. ഹണിയുടെ വിശ്വസ്തനായ ഇയാളെ ഉപയോഗിച്ച് സെക്രട്ടേറിയറ്റിലെ ആക്രി വസ്തുക്കൾ കരമനയിലെ മുത്തുവേൽ എന്ന ആക്രി വ്യാപാരിക്ക് വിൽക്കുകയും തുക ഹണിയുടെ സ്വന്തം അക്കൗണ്ടിൽ സ്വീകരിക്കുന്നതുമായിരുന്നു തട്ടിപ്പിന്റെ രീതി. ആക്രി വസ്തുക്കൾ പുറത്തു കൊണ്ടുപോകാനുള്ള പാസ് അനധികൃതമായി നൽകിയതും ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിന്റെ ചുമതലയുള്ള ഹണി തന്നെയായിരുന്നു. സ്റ്റോർ പർച്ചേസ് മാനുവലിന്റെ ലംഘനം നടത്തിയ കേസ് ശരിയായ രീതിയിൽ അന്വേഷിച്ചാൽ 25 ലക്ഷത്തിൽ കൂടുതൽ തട്ടിയെടുത്ത വിവരം പുറത്തുവരുമെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂറ്റൻ ഫ്ലെക്സ് സ്ഥാപിച്ചതിൽ ഹണിക്കെതിരെ നടപടിയെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രകോപന മുദ്രാവാക്യമുയർത്തി പൊതുനിരത്തിൽ സർക്കാർ ജീവനക്കാരെ അണിനിരത്തി പ്രതിഷേധിച്ചതിനും ഹണിക്കെതിരെ പരാതിയുണ്ട്. ജനം, തിരുവനന്തപുരം.